അപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു സംഗതിയാണ് സമൂഹത്തിന്. പിന്നെ റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,87,933. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,58,836. വിജയശതമാനം 84.52. ഇത് കഴിഞ്ഞ വർഷം 83.25 ആയിരുന്നു. അപ്പോൾ ഏകദേശം 1% കൂടുതൽ അല്ലേ, കൂടുതലാണ്. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 75,923. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 50,398. വിജയശതമാനം 66.38. കഴിഞ്ഞ വർഷം 69.16. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ വിജയശതമാനം കുറവാണ്. ഏകദേശം 3% ഹ്യൂമാനിറ്റീസിൽ കുറവാണ്. കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,08,567. അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 81,147. വിജയശതമാനം 74.74. കഴിഞ്ഞ വർഷം 74.21. അപ്പോൾ കൂടുതലാണ്, ഒരു പോയിന്റ് സംതിങ് കൂടുതലാണ്. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,67,430. യോഗ്യത നേടിയവർ വിജയിച്ചവർ 1,21,661. വിജയശതമാനം 72.66. കഴിഞ്ഞ വർഷം 73.23. അപ്പോൾ വിജയശതമാനം 1% കൂടുതൽ കുറവാണ്. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,81,851. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,50,604. വിജയശതമാനം 82.82. കഴിഞ്ഞ വർഷം 82.16. 0 പോയിന്റ് സംതിങ് കൂടുതലാണ് എയ്ഡഡ് സ്കൂളിന്റെ റിസൾട്ട്. അൺഎയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 22,821. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 17,841. വിജയശതമാനം 78.18. കഴിഞ്ഞ വർഷം 75.91. ഏകദേശം 3% വർധനവാണ്. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 321. ഉപരിപഠന യോഗ്യത 275. വിജയശതമാനം 85.67. കഴിഞ്ഞ തവണ 86.40. കുറവാണ്, ഇത്തവണ കുറവാണ്. ഇനി എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. കഴിഞ്ഞ വർഷം 30,145. അപ്പോൾ കൂടുതലാണ്, ഒരു 416 എണ്ണം കൃത്യമായി പറഞ്ഞാൽ കൂടുതലാണ്. കഴിഞ്ഞ വർഷം 30,145. ഇത് നമ്മൾ സപ്ലൈ ചെയ്യില്ലേ, ഇതിന്റെ ലിസ്റ്റ് മൊത്തം കൊടുക്കില്ലേ? അതെ, കൊടുക്കുമല്ലോ. ഫുൾ A+ 30,561. 416 എണ്ണം കൂടുതൽ. ഇനി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 1,523. ആൺകുട്ടികൾ 1,081. പെൺകുട്ടികൾ 442. യോഗ്യത നേടിയവർ 1,109. വിജയശതമാനം 72.82. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 70.76. അപ്പോൾ 2% കൂടുതലാണ്. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 50.
ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാറ്റഗറിയിൽ കേട്ടോ. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ. ആകെ കുട്ടികൾ 63, ആൺകുട്ടികൾ 21, പെൺകുട്ടികൾ 42. ഉപരിപഠന യോഗ്യത നേടിയവരുടെ എണ്ണം 52. വിജയശതമാനം 82.54. കഴിഞ്ഞ വർഷം 80.36. അപ്പോൾ അവിടെയും 2% വിജയശതമാനം വർധനവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2. സ്കോൾ കേരള. ആകെ കുട്ടികൾ 25,494. ആൺകുട്ടികൾ 14,829. പെൺകുട്ടികൾ 10,665. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 12,982. വിജയശതമാനം 50.92. വളരെ കുറവാണല്ലേ ഈ പ്രൈവറ്റ്. കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചമാണെന്നാൽ കഴിഞ്ഞ വർഷം 46.52. 4% വർധനവ് ഈ സ്കോൾ കേരള വഴി പരീക്ഷ എഴുതിയ കുട്ടികൾക്കുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 537. പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ. ആകെ കുട്ടികൾ 41,076. ആൺകുട്ടികൾ 28,000. പെൺകുട്ടികൾ 13,076. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 14,595. വിജയശതമാനം 35.53. കഴിഞ്ഞ വർഷം 21.45. അപ്പോൾ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ സെക്ഷനിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. 21, 35, 15%, 14%-ലധികം.